ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാന്ന് ക്ലീനിങ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹെന്ന ചെയ്തു. അപ്പോൾ സൺഡേയിലൊക്കെ ഹെന്ന ചെയ്യണ ഏറ്റവും എനിക്കിഷ്ടം ജോലിക്ക് പോകുന്ന ദിവസം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ കുറേ സമയം അടുക്കളയിൽ നിൽക്കേണ്ടി വരും. സൺഡേ ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ ചെയ്ത് നമുക്കൊന്ന് കിടക്കണം തോന്നി, കിടക്കാനിരിക്കണം തോന്നി, ഒരു മടിയുള്ള ദിവസമാണല്ലോ സൺഡേ എന്ന് പറയുമ്പോൾ. അതൊന്നും പറ്റില്ല. പിന്നെ ഇത് വലിയൊരു പണിയായിട്ട് മാറും. അത് കാരണം കൊണ്ട് ജോലിയുള്ള ദിവസം തന്നെയാണ് ഞാൻ എപ്പോഴും ഹെന്നയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഹെന്നയൊക്കെ ചെയ്യലൊക്കെ കഴിഞ്ഞു. തലയിലൊരു എന്താ പറയുക, ഒരു കവറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഓടി വന്ന് കണ്ടിട്ട് ആദ്യം തന്നെ ഒന്ന് അലക്കാനായിട്ട് ഇട്ടു കേട്ടോ. 2 ലോഡ് കഴുകാനുണ്ട്. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഇട്ടാലല്ലേ റെഡി ആവുള്ളൂ. അത് അവിടെ കിടന്ന് കറങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുക്കളയിലത്തെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും ചേട്ടൻ ചായ വെച്ചിട്ടുണ്ട്. അതുപോലെ നാളികേരം കൂടിയും ചെരുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ട് ചായ വെക്കൽ ചേട്ടൻ്റെ പണിയല്ല, പക്ഷേ നാളികേരം ചെരുകൽ ചേട്ടൻ്റെ പണിയായിട്ട് അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ വെള്ളയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും വെള്ളയപ്പം തന്നെയാണ്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ 2 ദിവസത്തേക്ക് അരയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആ വെള്ളയപ്പം ആദ്യം തന്നെ ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അത് ഉണ്ടാക്കൽ തുടങ്ങും കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ള ജോലികൾ തുടങ്ങുള്ളൂ. വെള്ളയപ്പം ആയാലും ദോശയിലും ഇഡ്ഡലി ആയാലും ഒക്കെ അങ്ങനെ തന്നെ. ബ്രേക്ക്ഫാസ്റ്റാണ് ആദ്യത്തെ പരിപാടി. ചോറ് തിളപ്പിച്ച് ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊന്തിയിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ അതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അത് മിക്സ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇഡ്ഡലിയൊക്കെ വെച്ചാൽ അനക്കാണ്ട് എടുക്കണം എന്ന് പറയും, മുകളിൽ നിന്ന് പത കോരി എടുക്കാനായിട്ട് പറയണതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കലക്കുമ്പോഴേ ശരിയാവാറില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവാറില്ല. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കലക്കി അതിലൊഴിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മീൻ കറിയാണ്. മീൻ കറി കാണിക്കണമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണെന്ന് മാത്രം. കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ മീൻ കറി നാളികേരം അരച്ച് വയ്ക്കുന്ന മീൻ കറിയാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇന്നിനി വെറുതെ ഒന്ന് കാണിച്ചിട്ട് മീൻ കറിയാണ് വയ്ക്കണതെന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ ഒന്ന് കാണിച്ചിട്ട് പോണത്. ഇതപ്പം മീൻ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞപ്പൊടിയും പൊടിയും പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടു. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണ്ട കേട്ടോ, ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പിന്നെ നാളികേരത്തിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ലൂസാക്കി ഫ്രിഡ്ജിൽ ഗ്യാസമ്മയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വെള്ളയപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ ആദ്യം വെള്ളയപ്പം ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ പതിവ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാസറോളിലേക്ക് വയ്ക്കുകയുള്ളൂ. ഇന്ന് സോയയാണ് കുറുമ വയ്ക്കണത്. അപ്പോൾ സോയ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അല്ലേ, പക്ഷെ ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. എങ്ങനെ വെച്ചാലും ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാൻ സോയ ആക്കാൻ വെച്ചാൽ വല്ലപ്പോഴൊക്കെ അവരുടെ ഇഷ്ടത്തിനും വെക്കണ്ടേ. എല്ലാതും അവരുടെ ഇഷ്ടത്തിനൊക്കെ തന്നെ. സോയ പിന്നെ ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ്. അങ്ങനെ ആദ്യത്തെ ലോഡ് കഴുകൽ കഴിഞ്ഞു. അത് ഞാൻ മുകളിൽ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. അടുത്ത ലോഡ് അതിലേക്ക് ഇടുന്നു കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ തുണി വെളുക്കണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ വെള്ളം നിറയ്ക്കുക, സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ട് കലക്കി അതിലിട്ട് വെച്ചിട്ട് തുണി വേണമെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെ അതിലിട്ട് വെച്ചിട്ട് ഓണാക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പോട്ടാം മിഷനിലിട്ടാലും. പിന്നെ ചില തുണികൾ അത്ര നല്ലതാവില്ല. അപ്പോൾ അതിലൊക്കെ കിടന്ന് വലിഞ്ഞ് കഴിഞ്ഞാൽ കേടായിപ്പോവും. അപ്പോൾ ചില തുണികൾ ഞാൻ ഇടില്ല. ഇതൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സവോളയ്ക്ക് ഉണ്ടാവുള്ളൂ, 1.5 സവോള ഉണ്ടാവും. അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അത് വഴഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സവോള മൂപ്പിക്കുന്ന നേരത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി മൂപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഉള്ളി കാച്ചിടണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിന് മുന്നേ നമുക്ക് സോയ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. മുഴുവനോടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്ന് മുറിച്ചെടുക്കുമ്പോഴാണ് അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുക. പിന്നെ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പിലും ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല എരിവിൽ വേണം കേട്ടോ ചേർക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ സോയയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരച്ചെടുക്കാനിപ്പോൾ അത്രയും വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാ ഒരു ജാറിൽ 2 പിടി നാളികേരം, 3-4 പച്ചമുളക്, 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് കേട്ടോ. കുരുമുളക് ഇത്തിരി മുന്നിട്ട് നിന്നോട്ടെ. ഇതിൽ എന്താ പറയുക, ഇത്തിരി ഒരു മന്നപ്പുള്ള കറിയാണല്ലോ ഇത്. അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഇങ്ങോട്ട് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ലൂസാക്കി ഒന്ന് തിളച്ച് വറ്റി വരണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റിയേ വേണ്ടോ, ഓവറായിട്ടൊന്ന് വറ്റണ്ട, ഒന്ന് വറ്റി വരണം. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ആദ്യത്തിനേറ്റവും ഇഷ്ടമായത് ഇന്നത് ശ്രീകുട്ടനായിരുന്നു കേട്ടോ. സോയ ഏറെക്കുറെ കൂടുതൽ കഴിച്ചതും ശ്രീകുട്ടൻ തന്നെയായിരുന്നു.
നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നാളികേരമൊക്കെ അരച്ച് ഇങ്ങനെ കുറുമിയല്ലേ, അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് തിരിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അതിനിടയ്ക്ക് നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഉള്ളി ഫ്രൈ ചെയ്യാൻ ചെറിയ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ ആര് ബ്രേക്ക്ഫാസ്റ്റിന് ചോദിച്ചാലും കുറുമക്കറി മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. വെള്ളയപ്പം പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാരണം അതും ഇഷ്ടം പോലെ ഉണ്ട്. തലേദിവസത്തെ ചോറ് അങ്ങോട്ട് ബാക്കിയിരുന്നതുകൊണ്ട് അതാണ് അത് ചായയിലെ ഔട്ടാൻ എടുത്ത് വെച്ചേക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്ക് വെള്ളയപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി കൊണ്ടുവയ്ക്കേണ്ടതൊക്കെ കൊണ്ടുവച്ച് അവിടെ നിന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ ചോറ് ഊറ്റണം തിരക്കിലാണ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ഊറ്റാനായിട്ട്. അതങ്ങനെ ഊറ്റലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകലാണ് കേട്ടോ. പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണിയാണ്. ഈ ഒരു വെള്ളയപ്പം മാവിൻ്റെ പരിപാടിയാകുമ്പോൾ ഇത്തിരി ഒരു പണി അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ പൈപ്പ് അങ്ങോട്ട് തുറന്നിട്ടിട്ട് തേക്കും. അപ്പോൾ പിന്നെ അത് ഇങ്ങോട്ട് നമ്മളെ തേക്കിനോടൊപ്പം അഴുക്ക് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ, അല്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞാൽ അടുക്കള തുടച്ച് ആ തുണി ഞാൻ പെട്ടെന്ന് പിഴിഞ്ഞും കേട്ടോ അവിടെ തോരയിടാൻ പോയ വഴി 4 മൈൽ ഒറ്റ പറക്കലാട്ടോ. നല്ല വലിപ്പമുള്ള മയിലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയിട്ടാ. അവരെന്നെ കണ്ടപ്പോൾ അതേ പറന്ന് അപ്പുറത്തെ പറമ്പിലെത്തിയിട്ടുണ്ട്. കൃഷിയൊക്കെ നശിപ്പിക്കും കേട്ടോ അവറ്റ, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ മുകളിലേക്ക് ഓടിപ്പോയി വന്നു കണ്ടിട്ട് തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നേരില്ല എന്ന് പറഞ്ഞാൽ തുണികൾ വിരിക്കാണ്ട് അലക്കിയിട്ടിട്ട് മാത്രം പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എങ്ങനെയെങ്കിലും അതൊന്ന് വിരിച്ചിടാൻ നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ഓടിപ്പോയിട്ട് ഒന്ന് വിരിച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി ഇതാ തിരിച്ച് വരവായി കാണുന്നത്. അവിടെ നല്ല ഭംഗി എനിക്കിങ്ങനെ തോന്നിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിതാ വീട്ടിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ആദ്യം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. കുറച്ച് ദിവസമായിട്ടുണ്ട് എനിക്ക് ആകെ വൃത്തികേടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് കിച്ചൺ നന്നായിട്ടൊന്ന് കഴുകണം, വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി മാറ്റി വെച്ചതിന് ശേഷം വേണമല്ലോ നമുക്ക് കിച്ചൺ ക്ലീൻ. അല്ലെങ്കിൽ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും എനിക്ക് ഒന്നാമത്തെ ഒരു വയ്യാണ്ടാവും ചെയ്യും, പിന്നെ എഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത്രയും സമയം വെയിറ്റ് ചെയ്ത് എല്ലാതും കഴിയണവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞ് ആ ചോറും കറികളൊക്കെ ഞാൻ ഡൈനിങ് ടേബിളുമ്മ കൊണ്ടുവയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വിശക്കണുണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. ഇതിൻ്റെ ഇടയിലേക്ക് എന്നെ ശല്യപ്പെടുത്താനായിട്ട് വരും വേണ്ടല്ലോ. അതുകൊണ്ട് ഒക്കെയും കൊണ്ടുപോയിട്ട് വെള്ളയപ്പം ഉണ്ട്, ബാക്കി ചോറും ഇന്ന് ഇത്തിരി കൂടുതലായിരുന്നു, അതൊക്കെ ബാലൻസ് ഉണ്ട്, അതൊക്കെ കൊണ്ടുവച്ചു. പിന്നെ ആദ്യം തന്നെ തുണി നനച്ചും കണ്ടിട്ട് വാൾപേപ്പറാണ് കേട്ടോ തുടയ്ക്കുന്നത്. ഇടയ്ക്കൊക്കെ ഒന്ന് അതൊന്ന് തുടയ്ക്കണം കേട്ടോ. നമ്മൾ എത്രയായാലും ഈ കുക്കറിൻ്റെ ആവി പോണതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്രയ്ക്ക് ദൂരത്തേക്ക് ചെല്ലും. അപ്പോൾ പിന്നെ കുറേ ദിവസമൊക്കെ എത്തുമ്പോൾ ഒന്ന് അത് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. ഓവറായിട്ട് വെള്ളം തുണിയിലുണ്ടാവും പാടില്ല, എന്നാൽ വല്ലാണ്ട് ഡ്രൈ ആവാനും പാടില്ല കേട്ടോ. അപ്പോഴും തുടച്ചാൽ ശരിയാവില്ല. ചെറുതായിട്ടൊരു നനവ് വേണേനു കേട്ടോ. ആ ഒരു രീതിയിലാണ് വാൾപേപ്പർ തുറക്കേണ്ടത്. പിന്നെ അതിൻ്റെ അകത്ത് ഇണ്ടുമൊക്കെ ഈ പല്ലിക്കാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കാരണം കൊണ്ട് പല്ലിനെ കാണാനൊന്നുമില്ല, അവറ്റ് എവിടെയാണ് ഇരിക്കുന്നത്, പക്ഷെ ആ ഒരു സൈഡിൽ പല്ലിക്കാട്ടം ഉണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ തുടച്ച് വന്നപ്പോൾ ആ മൂലയ്ക്ക് ഒരു ഇത്തിരി മാറാല നിൽക്കണം. അപ്പോൾ അതോടുകൂടി അങ്ങോട്ട് വൃത്തിയാക്കി കേട്ടോ. നമ്മൾ എപ്പോഴും അടുക്കളയിൽ മാറാല കണ്ടു വെച്ചിട്ട് ഓടിപ്പോയി നമുക്ക് തട്ടാൻ പറ്റില്ലല്ലോ, ഫുഡ് അവിടെ ഇരിക്കുമ്പോൾ തട്ടാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഏതായാലും ക്ലീനിങ് ആണല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് തട്ടിയിട്ടാണ്. രാത്രി മാറാല തട്ടാൻ പാടില്ല, ക്ലീനിങ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് ഈ സമയത്തേ ഒഴിവുള്ളൂ, അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യണു കേട്ടോ. അത് കഴിഞ്ഞ് ലൈസോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ടൈല് തുടയ്ക്കുന്നത്. ഉണങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, കുറേശ്ശൊക്കെ അകലയ്ക്ക് ഭംഗിയുണ്ടെങ്കിലും അടുത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ആ ടൈലുമ്മ എന്തോരം അഴുക്കുണ്ടെന്ന്. അങ്ങനെ അപ്പോൾ നന്നായിട്ട് ആ ലൈസോൾ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. പിന്നെ അതുമ്മേ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിർന്ന് കിട്ടാൻ കൂടി ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കണ്ടിട്ടോ, അപ്പോൾ ഇത്രയും സ്ഥലം ഒന്ന് ആദ്യം വൃത്തിയാക്കിയിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ട് തുടച്ചു. തലേദിവസം ഞാൻ ഗ്യാസിൻ്റെ അടിയൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഗ്യാസുമ്മേ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും തുണി നനച്ചത് കൊണ്ട് നല്ലോണം നനവുള്ളതുകൊണ്ട് തുടച്ചു ടൈല്. പിന്നെ നല്ലോണം ഉണങ്ങി പിഴിഞ്ഞെടുത്തത് കൊണ്ട് തുടച്ചു. പിന്നെ ഒന്ന് ഉണങ്ങിക്കൊണ്ട് തുടച്ചു. അങ്ങനെ 2-3 റൗണ്ട് തുടച്ചപ്പോഴാണ് എനിക്കൊരു തൃപ്തി വന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ തന്നെയാണോ എനിക്കറിയില്ല, ചിലവരങ്ങനെ ഇടുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ആവുന്നുണ്ടെങ്കിൽ ചെയ്യാൻ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമല്ലേ. അപ്പോൾ അതാ നമ്മുടെ ആ ഭരണികളൊക്കെ ഒന്ന് തുടച്ച് വെച്ചു. പിന്നെ ഇതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഈ കമ്പിയുമൊക്കെ കുറേശ്ശൊക്കെ തുരുമ്പുണ്ട്. അപ്പം ഞാൻ അതൊന്ന് തേച്ച് കഴുകി തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ കാലം അങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നത് അടിഭാഗം മാത്രം
തുരുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനതും നല്ലോണം പ്രില്ല് തന്നെയാണ് കേട്ടോ ഇടുന്നത്, അല്ലാണ്ട് വേറെ വലിയ ലിക്വിഡും ഇതൊന്നും ഇല്ല. നല്ലോണം ഒന്ന് തേച്ച് കഴുകി കമ്പിയൊക്കെ തേച്ച് കഴുകി വെച്ചു. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻ്റ് അടിച്ചാലൊക്കെ നല്ലതാണ്. കപ്പ് കൊളുത്തിടുന്ന ഇതിന് അങ്ങനെ തുരുമ്പൊന്നും കാണാനില്ല. പക്ഷെ നിലത്ത് മുട്ടുന്ന ഭാഗം ഒന്ന് കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. നിലത്ത് മുട്ടുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളമൊക്കെ ആവണുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അടിഭാഗം മാത്രം അങ്ങനെ തുരുമ്പ് വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ചൊരച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയായി കേട്ടോ. അത് നല്ല വൃത്തി തന്നെയാണ് കപ്പ് കൊളുത്തിടുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ കപ്പുകളൊക്കെ ഇപ്പം അധികം അങ്ങനെ ഉപയോഗിക്കണില്ല, എല്ലാവരും സ്റ്റീൽ ഗ്ലാസ്സുമൊക്കെയാണ് കേട്ടോ പിടുത്തം. അപ്പോൾ അത് കാരണം ചില്ല് ഗ്ലാസ് കുറേ ദിവസം എടുക്കാണ്ടാവുമ്പോൾ നിറയെ പൊടി ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കാൻ വെച്ചു. ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്നാൽ ഒരു വെള്ളം എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ അഴുക്ക് പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. നമുക്ക് ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതൊന്ന് കഴുകി കൊടുക്കണം, അല്ലാണ്ട് തേച്ചൊരച്ച് കഴുകാനൊന്നും ഒരിക്കലും നേരം ഉണ്ടാവില്ല. ആ കുപ്പിയുടെ ഉള്ളും ഒക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തു കേട്ടോ. നമ്മളത് കുപ്പിയൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. ഇടയ്ക്കൊക്കെ സ്ത്രീകൂട്ടം വെള്ളം കൊണ്ട് മുകളിലേക്ക് പോകണമാണ്, അല്ലാണ്ട് സ്കൂളിലേക്കൊന്നും പോകുമ്പോൾ ആരും കൊണ്ടുപോകണമെന്നില്ല. അങ്ങനെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ കപ്പുകളൊക്കെ അതിൽ തന്നെ കൊളുത്തിയിട്ടു കേട്ടോ. അപ്പോൾ വലിയ കനമുള്ള കപ്പുകൾ അടിയിലും കനം കുറഞ്ഞത് മുകളിലും അങ്ങനെയായിട്ടാണ്, അല്ലെങ്കിൽ അത് പൊന്തി പോട്ട് അങ്ങനെ മറിഞ്ഞ് വീഴും. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെയാക്കി അതെടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ ഈ കോർണർ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ചില്ല് ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ചില്ല് ഗ്ലാസ്സുകളൊക്കെ പലതരമാണ് കേട്ടോ. നമ്മൾ ഓരോ സ്വർണ്ണക്കടയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഫ്രീ കിട്ടണതൊക്കെ അങ്ങനെ തന്നെയാണ്, കളയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഉപയോഗിക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് അത് അവിടെ വെച്ചു. പിന്നെ അത് ആ ഒരു പാത്രത്തിൽ എന്ന് പറയുന്നത് മെഴുകുതിരി അങ്ങനെ കണ്ണിങ്ങണ്ട സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഫ്ലാസ്കും കെറ്റിലും ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ആ ഒരു മൂലഭാഗത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ജനാലയാണ്. അപ്പോൾ ജനാല ഞാൻ വിചാരിച്ചു വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ജനാലയുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായി ഇഷ്ടം പോലെ അഴുക്കുണ്ട്. അതുമേ നമ്മൾക്ക് നന്നായിട്ട് തുടയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ആ കൗണ്ടർ ടോപ്പ് നന്നായിട്ടും തുടച്ച് അവിടെ കയറി ഇരുന്നിട്ട് അങ്ങോട്ട് തുടയ്ക്കൽ തുടങ്ങിയിട്ടോ. ബാക്കിയുള്ള ജനലകളൊക്കെ ചേട്ടൻ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്ലാസിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു ഗ്ലാസ് തുറക്കുന്നത്, അതൊക്കെ കൂടിയായിപ്പോൾ ജലമ ഗ്ലാസ് നമുക്ക് നിറച്ചെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ അങ്ങനെ പുറത്തേക്ക് തോന്നണില്ലെങ്കിലും ആ ഗ്ലാസ് നമുക്ക് നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗ്ലാസ്സിന് ഉപയോഗിക്കാനുള്ള ലിക്വിഡാന്ന് പറഞ്ഞ ചേട്ടൻ എപ്പോഴോ കൊണ്ടുവച്ചതാണ്, ഞാനിപ്പോഴാണ് ഉപയോഗിച്ചത് മാത്രം. അപ്പുറത്തും കൂടി തുടയ്ക്കണം ശരിക്കും, പക്ഷേ ഈ ഇരുട്ടത്ത് അവിടെ പോയാൽ ശരിയാവില്ലല്ലോ. പകലെപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ജനല കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആ പാളി എന്നാലും അത്യാവശ്യമൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എൻ്റെ ജോലികളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടാണ് വന്നത്. അത് കാരണം ഇന്ന് തല്ലുകൂടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ വഴുതനങ്ങയും ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്, പയർ എന്തെന്ന് പറയുക, അതിനി വയ്ക്കുമ്പോൾ ഒരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേട്ടനോട് തന്നെ എടുത്ത് വെച്ചോളം പറഞ്ഞു. ഞാൻ എൻ്റെ പണിക്ക് പോന്നു. പിന്നെ ആ കോർണർ സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ മൂലക്കിരിക്കുന്നത്, അതും കൂടി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല സ്റ്റാൻഡാണ് കേട്ടോ. അന്ന് ഒരു 4-5 വർഷം മുന്നേ ഞാനിത് വാങ്ങിച്ചതാണ്. 300 ചില രൂപ 400 ചില രൂപ കൊണ്ടാണ് ഇതായത്. ഞാൻ മണ്ണുത്തിൽ ഹോം പ്ലസ്സിൽ അവിടെ നിന്നാണ് കേട്ടോ. അന്നൊക്കെ പാത്രങ്ങൾ കൂടുതൽ അങ്ങടാണ് പോവുക, തിരക്കില്ലാത്ത കടയും. പിന്നെ ബൈക്കുമ്പോൾ പോകാൻ വെച്ചാൽ അത്ര വഴിയൊന്നുമില്ല. അത് കാരണം കൊണ്ട് ലിങ്കൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കാണുമ്പോൾ എന്തായാലും ആരെങ്കിലും ലിങ്ക് ചോദിക്കും. കടയിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. പിന്നെ അതുമ്പോൾ നിറച്ച് വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ വീശി എടുത്തു മുറ്റത്ത് കൊണ്ടുപോയിട്ട്. പിന്നെ ഒരു ഉണങ്ങിയ തുണിയും കൂടി വെച്ച് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുത്തു. അപ്പോൾ പിന്നെ അതിലത്തെ വെള്ളം പോയിട്ട് ആ വെള്ളം ഉണ്ടായി എന്തായാലും തുരുമ്പ് പിടിക്കുമല്ലോ. നല്ല പെയിൻറ്റ് കോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അതിന് തുരുമ്പ് പിടിച്ചാലോ എന്ന് വെച്ച് പിന്നെ ഞാൻ അതിലിരുന്ന കുപ്പികളൊക്കെ ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് തുടക്കുകയാണ് ചെയ്തത് കേട്ടോ. അല്ലാണ്ട് എല്ലാതും പുറത്തേക്ക് ഇട്ട് കൊട്ടി തേച്ച് കഴുകാനൊന്നും നിന്നില്ല. അപ്പോൾ കുറേ ടൈം ഓടിക്കില്ല. ഇപ്പം തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വന്ന് നിന്നിട്ടല്ലേ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും ഈ ഒരു നേരം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കാരണം സ്പീഡിൽ ചെയ്യാൻ കേട്ടോ. എന്നൊക്കെ സെറ്റാക്കി ഇങ്ങോട്ട് അവിടെ സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊളുത്തിയിട്ടു. പിന്നെ ഇനിയുള്ളത് മിക്സി ക്ലീനിങ് ആണ് കേട്ടോ. അതിൻ്റെ ജാറും ഒക്കെ കണ്ട ഇതിൻ്റെ ഈ ഉള്ളിലേക്ക് അങ്ങനെ അരച്ചത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ ആ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രില്ല് തന്നെയാണ് കേട്ടോ, നന്നായിട്ടൊന്ന് തേച്ച് കഴുകാണ്. ഈ ക്ലീനിങ് കഴിയുന്നതോടുകൂടി തന്നെ ആ സ്പോഞ്ച് മാറ്റേണ്ടി വന്നു കേട്ടോ അടുക്കളയിൽ. പിന്നെ വേറെ സ്പോഞ്ച് ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉൾഭാഗം തേച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഒട്ടും വെള്ളം പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും മിക്സിയൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ തലേദിവസം വൈകുന്നേരം എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് തേച്ച് കഴുകുക. പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി മിക്സി എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. എൻ്റെ മിക്സിയിൽ ജാറിൻ്റെ അടിയൊക്കെ കഴുകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഈ ഫ്ലവറൊക്കെ ഒന്ന് കഴുകി ആ കുപ്പിയൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ വെച്ചു. പിന്നെ നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകി പ്രില്ലിട്ട് കഴുകിയാൽ മതി കേട്ടോ. സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ അടിപൊളിയാവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ ഈ
സിങ്കും ഒക്കെ ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്തു. അങ്ങനെ നമ്മുടെ അടുക്കള അടിപൊളിയായിട്ടാണ്. ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇതാ ചേട്ട സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കില്ല എന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ.